ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള 5 തഗ് ലൈഫ് ഇൻസിഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. സ്ട്രേറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ഇതേതാണ്ട് സിനിമ വന്ന ഡയലോഗില്ലേ, വേറെ പറയാം. പലപ്പോഴും നമ്മുടെ കൂടുള്ളവർ തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, നീ എവിടെയും വിജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ. മറ്റു ചിലർ പറയും, നിന്നേക്കാൾ മുൻപ് ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നീ ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ല എന്ന്, നീ ഒരു വൻ തോൽവിയാണ് എന്നൊക്കെ. എന്നാൽ അത്തരത്തിൽ പറയുന്നവരെയല്ല, നമ്മളെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് വിജയികളായിട്ടാണ് ജനിച്ചത്. ആ വിജയത്തിന് പിന്നിൽ ഒരു ഓട്ട മത്സരത്തിന്റെ കഥയുണ്ട്. അറിയണ്ടേ? നിങ്ങളും ഞാനും പോലും അറിയാണ്ട് നമ്മൾ ഓടി ജയിച്ച ആ ഓട്ട മത്സരത്തിന്റെ കഥ വാ പറഞ്ഞുതരാം. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏകദേശം 40 മില്യൺ ടു 1.2 ബില്യൺ സ്പേംസ് ആണ് പിറവിയെടുക്കുന്നത്. ഇതിൽ 50% മാത്രമേ ഹെൽത്തി സ്പേംസ് ആയിരിക്കുകയുള്ളൂ. അവ മാത്രമേ മനുഷ്യജീവന് വേണ്ടിയുള്ള ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയുള്ളൂ. വാജിനയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന സ്പേംസിനെ തടയാൻ വാജിനൽ ആസിഡ് എന്നൊരു വില്ലൻ ഉണ്ട്. കോടികളിൽ യാത്ര തുടങ്ങുന്ന സ്പേംസ് ഈ വില്ലനുമായുള്ള ഏറ്റുമുട്ടലിൽ വെറും ലക്ഷങ്ങളായി ചുരുങ്ങും. അവിടെ നിന്നും രക്ഷപ്പെടുന്ന സ്പേംസ് വീണ്ടും അവരുടെ ഓട്ടം തുടരുന്നു. പിന്നീട് സെർവിക്കൽ മ്യൂക്കസിനെയും യൂട്രസിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും തരണം ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് അവ ഓടിയെത്തും. അവിടാണ് ഓവറിയിൽ നിന്നും വന്ന എഗ്ഗ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും അവരുടെ എണ്ണം സംഖ്യകളിൽ ചുരുങ്ങുന്നു. ഇവിടെ നിന്നും ഏറ്റവും കരുത്തനായ ഒരേ ഒരു സ്പേംസ് മാത്രമാണ് ഫീമെയിൽ എഗ്ഗുമായിട്ട് ചേർന്ന് മനുഷ്യജീവന് പിറവി കൊടുക്കുന്നത്. അവനാണ് ആ ഓട്ട മത്സരത്തിലെ വിജയി. അതായത് കോടാനകോടി സ്പേംസിനെ ഓടി തോൽപ്പിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജനിച്ച് വീണത് തന്നെ. ഇപ്പൊ പറ, നിങ്ങളും ഞാനും ഒക്കെ തോൽക്കാൻ ജനിച്ചവരാണോ? കോമഡി ഈസ് എ സീരിയസ് ബിസിനസ്. ഒരാളെ കരയിപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ചിരിപ്പിക്കുന്നത്. ചാർലി ചാപ്പിളിന് ശേഷം ഈ ലോക ജനതയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രം ആയിരിക്കും, അല്ലെ? 1955 ഇംഗ്ലണ്ടിലെ ഒരു സമ്പന്ന കാർഷിക കുടുംബത്തിലാണ് റോവിൻ അറ്റ്കിൻസൺ ജനിച്ചത്. ഈ 66കാരനാണ് മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഒരു എപ്പിസോഡിൽ മിസ്റ്റർ ബീൻ കോപ്പി അടിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന പോലെ അഭിനയിച്ചത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ബട്ട് റിയൽ ലൈഫിൽ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ജന്മന ഒരു വിക്കനായിരുന്നു. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണം എന്നത് വളരെ ആഗ്രഹം ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ചാൻസ് അന്വേഷിച്ച് ചെന്നിടത്തൊക്കെ റിജക്റ്റായി. തന്റെ ജന്മനയുള്ള വിക്ക് കാരണം നിരവധി TV ഷോസിലും ട്രൈ ചെയ്തു. ബട്ട് വിക്ക് കാരണം അവിടെ റിജക്റ്റായി. ഇനി മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന സ്വയം തിരിച്ചറിഞ്ഞ അദ്ദേഹം 1990 മിസ്റ്റർ ബീൻ എന്ന ടൈറ്റിൽ കഥാപാത്രമായി ഒരു TV സീരീസിന് തുടക്കം കുറിച്ചു. വളരെ വേഗം തന്നെ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രം ലോകം മൊത്തം അറിയപ്പെടുവാനും റോവിൻ അറ്റ്കിൻസൺ എന്ന നടനെ ജനങ്ങൾ ഏറ്റെടുക്കുവാനും തുടങ്ങി. മിസ്റ്റർ ബീൻ സീരീസ് മൊത്തം 15 എപ്പിസോഡ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി കണ്ടതായിട്ട് തോന്നുന്നു, അല്ലെ? എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ബട്ട് നമ്മൾ കണ്ടത് തന്നെയാണ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് എൻഗേജിംഗ് ആണ് മിസ്റ്റർ ബീൻ എന്ന പരിപാടി. മിസ്റ്റർ ബീനെ വിക്കനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും മറ്റുള്ളവർ കളിയാക്കിയപ്പോഴും അദ്ദേഹം വിശ്വസിച്ചത് ആ പറഞ്ഞവരെയല്ല, അദ്ദേഹത്തെ തന്നെയാണ്. അതിന്റെ റിസൾട്ടായാണ് ഇന്ന് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് കോമേഡിയനായിട്ട് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. ഇതാണ് നിക് ഉജീസിക്. ഇദ്ദേഹം 4th ഡിസംബർ 1982 ഓസ്ട്രേലിയയിലുള്ള മെൽബോൺ എന്ന സ്ഥലത്താണ് ജനിച്ചത്. നിക് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതല്ലാതെ ഇദ്ദേഹം നല്ലൊരു പെയിന്റർ ആണ്, സ്വിമ്മർ ആണ്, സ്കൈ ഡൈവർ ആണ്. അദ്ദേഹത്തിന് ഗോൾഫും ഫുട്ബോളും കളിക്കാനറിയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ എന്ത് കാര്യം, ഇതൊക്കെ ആർക്ക് വേണേലും ചെയ്യാവല്ലോ എന്ന്. ബട്ട് നിക്ക് നമ്മളെ പോലല്ല. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഫോക്കോമീലിയ എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിക്കിന് ജനിച്ചപ്പോൾ തന്നെ 2 കൈകളും 2 കാലുകളും ഇല്ല. അതില്ലാതാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങളും ചെയ്യുന്നത്.
arms and legs. But unless you know three things: number one, who are you and what your value is? Number two, what is your purpose here in life? And number three, what is your destiny when you're done here? If you don't know the answers of any of those three questions, you're more disabled than I. ഇവരുടെ നെയിമാണ് ഉമുൽക്കർ. ഇവര് രാജസ്ഥാനിലാണ് ജനിച്ചത്. ഇവർക്ക് ജനിച്ചപ്പോൾ തന്നെ ഫ്രജൈൽ ബോൺ ഡിസോർഡർ എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. ഈ അസുഖമുള്ളവർക്ക് എല്ലുകൾ ബലക്കുറവായിരിക്കും, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇവർക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണേലും ആരുടെയും ഹെൽപ്പ് വേണം, ഈവൻ ബാത്റൂമിൽ പോണേൽ പോലും. അങ്ങനെ ഇവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 8th സ്റ്റാൻഡേർഡ് വരെ ഇവരുടെ ഹോം ടൗണിൽ തന്നെയാണ് ഇവർ പഠിച്ചത്. ഫർദറായിട്ട് അവിടെ പഠിക്കാൻ അവരുടെ വില്ലേജിൽ അവർക്ക് സൗകര്യം ഇല്ലായിരുന്നു. അത് കാരണം അവർ ഡൽഹിയിലേക്ക് മൂവ് ആയി. അവർ ഡൽഹിയിലേക്ക് മൂവ് ആയപ്പോൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ സ്വയമേ നോക്കി. അതായത് സർവൈവ് ചെയ്യാനായിട്ട് അടുത്തുള്ള പിള്ളേർക്കൊക്കെ ട്യൂഷൻ എടുത്താണ് അവർ സർവൈവ് ചെയ്തത്, അവരുടെ ഫുഡിനും ഷെൽട്ടറിനും വേണ്ടിയിട്ട്. ഇവരുടെ ബോഡിയിൽ മൊത്തം 16 ഫ്രാക്ചേഴ്സ് ഉണ്ട്, 8 സർജറീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവര് 12th സ്റ്റാൻഡേർഡിൽ 91% മാർക്ക് സ്കോർ ചെയ്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 100% സ്കോളർഷിപ്പോടുകൂടി പാസ്സായി. 2016 UPSC എക്സാം ക്രാക്ക് ചെയ്ത് 2017 കളക്ടറായി. നിങ്ങൾക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ എന്നെ ചുറ്റുമുള്ളവരൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ? എന്തിനാ ഈ ജീവിതം ഇനി ജീവിക്കുന്നത് എന്നൊക്കെ? അതായത് എക്സാമിൽ ഫെയിലായ സിറ്റുവേഷൻ, സ്നേഹിച്ചവർ ഇട്ടേച്ചു പോയ സിറ്റുവേഷൻസ്, ജോലി നഷ്ടപ്പെട്ട അവസരങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ എന്തേലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തേലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം. ഇതാണ് മുനീബ ബസാരി. ഇവര് പാകിസ്ഥാനിലെ അയൺ ലേഡി എന്നാണ് അറിയപ്പെടുന്നത്. ഇവര് 3rd മാർച്ച് 1987 ജനിച്ചത്. ഇവർക്കിപ്പോൾ 34 വയസ്സാണ്. ഇവർക്ക് ചെറുപ്പം മുതലേ പെയിന്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അങ്ങനെ ഇവർക്ക് 18 വയസ്സായപ്പോൾ അച്ഛന്റെ നിർബന്ധ പ്രകാരം പഠനം നിർത്തിയിട്ട് കല്യാണം കഴിക്കേണ്ടി വന്നു, അച്ഛനെ സന്തോഷിപ്പിക്കാൻ. ആ കുടുംബ ജീവിതം 2 വർഷം മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റിയുള്ളൂ. അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മസാരിയും അവരുടെ ഹസ്ബൻഡും കൂടി ഒരു യാത്ര പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റിൽ അവരുടെ ഹസ്ബൻഡ് ചെറിയ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. മസാരിക്ക് ഹെവി ആയിട്ട് ഇഞ്ചുറി ആയി. അവരുടെ ഇന്റേണൽ ഓർഗൻസ് മൊത്തം ഡാമേജ് ആയി ആ ആക്സിഡന്റ് കാരണം. അവരുടെ സ്പൈന്, ലിവറ്, ഷോൾഡർ ബോൺ, അങ്ങനെ പലതും. അവരങ്ങനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ ഹസ്ബൻഡ് ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു. അവർക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്നത് ഭയങ്കര ആഗ്രഹം ആയിരുന്നു. ബട്ട് സ്പൈൻ ഡാമേജ് ആയ കാരണം അവർക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് അവർ പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഹസ്ബൻഡ് ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു. മസാരിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ മസാരി സ്വയമേ ചിന്തിച്ചു, ഇങ്ങനൊരു ജീവിതം ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ ജീവിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ട് ഘട്ടങ്ങളിൽ ഒരാൾ നമ്മുടെ കൂടെ നിൽക്കും. അത് മോസ്റ്റ്ലി നമ്മുടെ അമ്മയായിരിക്കും. മസാരിക്ക് തന്റെ അമ്മ മോട്ടിവേറ്റ് ചെയ്തു. ഇത്രയും വലിയ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളാ എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്തു. ആ അമ്മയുടെ വാക്കുകൾ മസാരിക്ക് ഭയങ്കര പ്രചോദനമായി. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് 2 വർഷത്തേക്ക് നേരെ മാത്രമേ കിടക്കാവൂ, അത്രയ്ക്ക് ഒടിവുകളുണ്ട്, സർജറീസും ചെയ്തിട്ടുണ്ട് എന്ന്. അവരങ്ങനെ വീട്ടിൽ ചെന്ന് 2 വർഷം ഇങ്ങനെ നേരെ മാത്രമേ കിടക്കത്തുള്ളായിരുന്നു. അവർക്ക് എന്ത് ചെയ്യണേലും മറ്റൊരാളുടെ സഹായം വേണമായിരുന്നു. ആ കട്ടിലിൽ കിടന്ന് അവർ ആലോചിച്ചു, എന്റെ ജീവിതം എനിക്ക് ജീവിക്കാൻ എന്തൊക്കെയാണ് എനിക്ക് തടസ്സമായിട്ടിരിക്കുന്നതെന്ന് അവരൊരു ലിസ്റ്റ് എടുത്തു. അതിൽ ആദ്യം ഡൈവേഴ്സ്, രണ്ടാമത് കുഞ്ഞ്, മൂന്നാമത് നടക്കാൻ പറ്റില്ല. ഈ 3ആയിരുന്നു അവർ ലിസ്റ്റ് ഔട്ട് ചെയ്ത്. അതിൽ ഫസ്റ്റ് ഡൈവേഴ്സ്. തന്റെ ഹസ്ബൻഡ് ഡൈവേഴ്സ് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചായിരുന്നല്ലോ. അങ്ങനെ തന്റെ ഹസ്ബൻഡിന് ഡൈവേഴ്സ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവര് അദ്ദേഹത്തിന്റെ സെക്കൻഡ് മാരേജിന് ഒരു വിഷും അയച്ചു. അത് അദ്ദേഹത്തിനെ വിഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലായിരുന്നു, അവർക്ക് മെന്റലി ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരാനായിരുന്നു. അതായത് മസാരി തീരുമാനിച്ചു, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന്. രണ്ടാമത് അവർക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല എന്നത്. അവര് നായൽ എന്ന് പറയുന്ന ഒരു ആൺകുഞ്ഞിനെ തത്തെടുത്തു. ഇന്ന് ആ കുഞ്ഞിന് 8 വയസ്സാണ്. മൂന്നാമത് ജീവിതകാലം മൊത്തം നടക്കാൻ പറ്റില്ലെന്നുള്ളത്. ആ ആക്സിഡന്റ് കാരണം അവരുടെ അരയ്ക്ക് താഴെ മൊത്തം തളർന്ന കാരണം അവർക്ക് നടക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അങ്ങനെ അവര് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു വീൽ ചെയർ വാങ്ങിച്ചു. 2015 BBC നടത്തിയ 100 മോസ്റ്റ് ഇൻസ്പിറേഷണൽ വുമൺ ലിസ്റ്റിൽ ഇവര് വന്നിട്ടുണ്ട്. ഫോർബ്സ് നടത്തിയ അണ്ടർ 13, അതായത് 30 വയസ്സിന് താഴെയുള്ള ഇൻസ്പിറേഷണൽ വുമൺ ലിസ്റ്റിലും ഇവർ വന്നിട്ടുണ്ട്. ഇവരിപ്പോ പാകിസ്ഥാനിലെ ഒരു നാഷണൽ ടെലിവിഷനിലെ ന്യൂസ് ഹോസ്റ്റ് ആണ്. ഇവർ അതുമാത്രമല്ല, മോട്ടിവേഷണൽ സ്പീക്കറാണ്, ആങ്കറാണ്, ആർട്ടിസ്റ്റാണ്, മോഡലാണ്, സിംഗറാണ്. ഇവരാണ് നാഷണൽ അംബാസിഡർ ഫോർ UN വുമൺ ഇൻ പാകിസ്ഥാൻ.
അങ്ങനെ മസാരി ഇട്ടേച്ചു പോയ ഹസ്ബൻഡിനെ ഓർത്ത് തന്റെ ജീവിതം കളയാണ്ട് തന്നിൽ സ്വയം വിശ്വസിച്ച് ജീവിതത്തിൽ ഇത്ര വലിയ ഉയരങ്ങളിൽ എത്തി. എത്ര വലിയൊരു കാര്യമാണ് അല്ലേ? ലക്ഷ്യത്തിലെത്താൻ വൈകല്യം ഒരു തടസ്സമല്ല എന്നതിന് വലിയ ഉദാഹരണമാണ് ഈ വ്യക്തി. ഇതാണ് പീറ്റർ ഡിങ്ക്ലേജ്. ജൂൺ 11, 1969 ന്യൂജേഴ്സിയിലാണ് ജനനം. ഇദ്ദേഹത്തിന്റെ ഫാദർ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു എലിമെന്ററി സ്കൂൾ ടീച്ചറും. ഇവരുടേത് ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ടോട്ടൽ ഹൈറ്റ് വെറും 135 സെന്റിമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു. ഇദ്ദേഹത്തിന് ജന്മന അക്കോൺട്രോപ്ലാസിയ എന്ന അസുഖം ഉണ്ടായിരുന്നു. ഈ അസുഖമുള്ളവർക്ക് എല്ലുകൾക്ക് വളർച്ച ഉണ്ടാവില്ല, നമ്മുടെ കിന്നസ് പക്രു ചേട്ടനെ പോലെ. അദ്ദേഹത്തിന് ചെറുപ്രായം മുതലേ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഫാമിലി സിറ്റുവേഷനും ബോഡി കണ്ടീഷൻ കാരണം അത് നടന്നില്ല. അങ്ങനെ കുറെ കാലം ഡേറ്റ എൻറ്ററർ ആയിട്ട് ജോലി ചെയ്തു. അങ്ങനെ അദ്ദേഹം ഡേറ്റ എൻറ്ററർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ആ ജോലിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു വലിയ തീരുമാനം എടുത്തു. അങ്ങനെ അദ്ദേഹം തന്റെ പഴയ സ്വപ്നത്തെ വീണ്ടെടുക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അഭിനയമാണ് എന്റെ ലക്ഷ്യം, ഇനി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ച അദ്ദേഹം 1991 ബെന്നിംഗ്ടൺ കോളേജിൽ ഡ്രാമ ഡിഗ്രി എടുത്തു. എന്നിട്ട് ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം പറയുന്നത്, ആ സമയം എന്റെ കയ്യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അദ്ദേഹം ന്യൂയോർക്കിലെത്തി തന്റെ ഫ്രണ്ട്സിന്റെയും തനിക്ക് അറിയാവുന്നവരുടെയും കൂടെ ഒക്കെ കൂടി ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം 1995 ഇൻപെർഫെക്റ്റ് ലവ് എന്ന ഡ്രാമയിൽ അഭിനയിച്ചു. അതുവഴി 13 മൂൺസ് എന്ന സിനിമയിലേക്കുള്ള വഴി തുറന്നു. പിന്നീട് അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ പലതും ചെയ്തു. ബട്ട് ശ്രദ്ധേയൻ ആയില്ല. പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പലരും കളിയാക്കി, കുള്ളനായ നിനക്കെന്തിനാണ് സിനിമ അഭിനയം എന്നൊക്കെ. ബട്ട് അദ്ദേഹം വിട്ടുകൊടുത്തില്ല, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സർവൈവ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആഹാരത്തിനും താമസ സ്ഥലത്തിനും വേണ്ടി പല പണികളും ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലീനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതും. ബട്ട് തന്റെ സ്വപ്നത്തെ ഇറുക്കെ പിടിച്ചായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ലാറ്റിന് അദ്ദേഹത്തിന് വാടക കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ഫ്ലാറ്റ് ഓണേഴ്സ് ഇറക്കി വിട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ പല കൂട്ടുകാരുടെ വീടുകളിലും പല മാസങ്ങൾ സോഫയിൽ മാത്രം കിടന്ന് അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പല സിനിമകളിലും കോ ആക്ടറായിട്ട് അഭിനയിച്ചു. ബട്ട് സാമ്പത്തികപരമായിട്ട് അദ്ദേഹത്തിന് മുൻപോട്ട് വരാൻ സാധിച്ചില്ല. എന്തൊക്കെ ചെയ്തിട്ടും ജീവിതം അടുത്ത ലെവലിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ബട്ട് അദ്ദേഹം വിട്ടുകൊടുത്തില്ല, ഫോക്കസ്ഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആയിട്ട് അദ്ദേഹത്തിന് തന്റെ 41ാമത്തെ വയസ്സിൽ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. ആ സീരീസ് April 17, 2011 HBO ചാനലിലാണ് റിലീസായ. ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്നൊരു വാചകമുണ്ട്. അതിൽ പിന്നീട് അദ്ദേഹത്തിന് വെച്ചടി ജീവിതത്തിൽ കയറ്റമായിരുന്നു. പിന്നീട് 2011 എമ്മി അവാർഡ് ഫോർ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആക്ടർ ഇൻ ഡ്രാമ സീരീസ് എന്ന അവാർഡ് കിട്ടി. എമ്മി അവാർഡ് എന്ന് പറയുന്നത് ഒത്തിരി ഹോളിവുഡ് ആക്ടേഴ്സിന്റെ സ്വപ്നമാണ്. 2012 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഫോർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ കിട്ടി. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് എന്ന് പറയുന്നത് എത്ര വലിയ അവാർഡാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നീട് 2015, 2018, 2019 ഇദ്ദേഹത്തിന് എമ്മി അവാർഡ്സ് കിട്ടി. അങ്ങനെ മൊത്തം 4 ടൈംസ് എമ്മി അവാർഡ്സ് കിട്ടിയിട്ടുള്ളത് ഇദ്ദേഹത്തിന് മാത്രമാണ്. 2018 അവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന സിനിമയിൽ A3 എന്ന കഥാപാത്രവും അഭിനയിച്ചിട്ടുണ്ട്. കുള്ളനാണ് നീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരും കളിയാക്കിയവരും ഒക്കെ ഇന്ന് അദ്ദേഹത്തിനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ റേഞ്ച്. സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാഞ്ഞ് സ്വപ്നങ്ങളും ആഗ്രഹം കൊണ്ടും മാത്രം വണ്ടി കയറിയ ഒരു വ്യക്തി ഹാർഡ് വർക്കിലൂടെ ഉയരങ്ങൾ കീഴടക്കി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഉദാഹരണം ആരാണ്? നൗ ഹി ഈസ് വൺ ഓഫ് ദി ഹയസ്റ്റ് പെയ്ഡ് ആക്ടർ ഇൻ ഹോളിവുഡ്. തന്റെ കഴിവ് തെളിയിക്കാൻ വൈകല്യം ഒരു തടസ്സമല്ല എന്നതിന് ഇതിനും വലിയ ഉദാഹരണം വേണോ? വാട്ട് എ മാൻ അല്ലേ? The world might say you are not allowed to yet. Please don't even bother asking. Don't bother telling the world you are ready. Show it. Do it. Ever tried? Ever failed? No matter. Try again. Fail again. Fail better.